നമസ്കാരം, കേച്ച് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ ഈരാറ്റുപേട്ട സ്വദേശിയായി വനിതാ ഡോക്ടറെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം ഈരാറ്റുപേട്ട അരുവിത്തറ ചിറക്കര വീട്ടിൽ ഡോക്ടർ മീനാക്ഷി വിജയകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാറമ്പള്ളി കുന്ന് ഫ്ളാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. 2 വർഷമായി ആലുവ രാജഗിരി ആശുപത്രിയിലെ ICUവിൽ സർജിക്കൽ ഹെഡായ ഡോക്ടർ മീനാക്ഷിയെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് താമസിച്ച സ്ഥലത്തെ മുറി അടച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. പെരുമ്പാവൂർ പോലീസ് എത്തി വാതിൽ പൊളിച്ച് പരിശോധിച്ചപ്പോഴാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്ര ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. വിഴിഞ്ഞം ആഴിമല ക്ഷേത്രത്തിലാണ് സംഭവം. നെയ്യാറ്റിൻകര ഡാലുമുഖം സ്വദേശി രാഹുൽ വിജയനാണ് മരിച്ചത്. ക്ഷേത്ര പരിസരം പ്രഷർ ഗൺ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റതാവാം എന്നാണ് വിവരം. ക്ഷേത്രത്തിലെ ശുചീകരണ ജീവനക്കാരനാണ് രാഹുൽ. ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട പാഴ്സൽ ലോറി ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയിലിടിച്ച് പാഴ്സൽ ലോറി ഡ്രൈവർ തലക്ഷണം മരിച്ചു. എറണാകുളം സ്വദേശിയാണ് മരിച്ചത്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയുടെ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5:30 ദേശീയപാതയിൽ തട്ടാമല സ്കൂളിനടുത്തായിരുന്നു അപകടം. പാഴ്സൽ ലോറിയിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ഫയർഫോഴ്സ് സംഘമെത്തി ലോറി വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ആലപ്പുഴയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചേർത്തല പുതിയകാവ് ശാസ്താങ്കലിലാണ് സംഭവം. വയലാർ പഞ്ചായത്തിലെ മംഗലശ്ശേരി നികത്തിൽ വിഷ്ണുവിന്റെയും സൗമ്യയുടെയും മകൻ അഭിജിത്താണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ശാസ്താങ്കലിലെ ക്ഷേത്രകുളത്തിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടെ അഭിജിത്ത് മുങ്ങിപ്പോവുകയായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് അഭിജിത്തിനെ ഉടൻ പുറത്തെടുത്തെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കോഴിക്കോട് വടകരയിൽ ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. തോടന്നൂരിലെ ഉഷയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മുറ്റമടിക്കുമ്പോൾ വൈദ്യുതി ലൈനൊപ്പം പൊട്ടി വീണ മരക്കൊമ്പിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു. ഉഷയെ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. തൊട്ടടുത്ത പറമ്പിലെ മരം വൈദ്യുതി ലൈനിൽ വീണ് വീട്ടുമുറ്റത്തേക്ക് പതിക്കുകയായിരുന്നു. ഉഷയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം വടകര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പേസ് ജെറ്റ് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതായി യാത്രക്കാരുടെ പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 10:40 പുറപ്പെടേണ്ട വിമാനമാണ് ക്യാൻസൽ ചെയ്തത്. 100-ലേറെ യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെട്ടു. വിമാനം നാളെ വൈകിട്ട് മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് സ്പേസ് ജെറ്റ് അധികൃതർ അറിയിച്ചതായി യാത്രക്കാർ പറഞ്ഞു. സാങ്കേതിക കാരണം മൂലമാണ് വിമാനം റദ്ദാക്കിയതെന്ന് വിശദീകരണം. ബാംഗ്ലൂർ നഗരത്തിൽ തീപിടുത്തം. നഗരപേട്ടയിലെ കെട്ടിടത്തിൽ പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൽ രാജസ്ഥാൻ സ്വദേശി മദൻകുമാർ, ഭാര്യ സംഗീത എന്നിവർ മരിച്ചു. 2 കുട്ടികൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ താമസിച്ചിരിക്കുന്നവരാണ് ദുരന്തത്തിനിരയായത്. ഇവർ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ചവിട്ടിയും കാർപ്പറ്റും നിർമ്മിക്കുന്ന കടയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇവിടെയാണ് ഇന്ന് പുലർച്ചെ 3:30 തീപിടുത്തമുണ്ടായത്. ജാർഖണ്ഡ് വിദ്യാഭ്യാസ മന്ത്രി രാംദാസ് സോറൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഡൽഹിയിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. ഓഗസ്റ്റ് 2 വസതിയിലെ കുളിമുറിയിൽ തെന്നി വീണ് ഗുരുതര പരിക്കേറ്റിരുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ദേശീയ വക്താവ് കുണാൽ സാരംഗിയാണ് മരണവിവരം അറിയിച്ചത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരവും പരിശീലകനുമായ ബോബ് സിംപ്സൺ അന്തരിച്ചു. 1957-നും 1978-നും ഇടയിൽ ഓസ്ട്രേലിയയ്ക്കായി കളിച്ച സിംപ്സൺ ഓസ്ട്രേലിയൻ ടീമിന്റെ മുൻ നായകനും പൂർണ്ണസമയ പരിശീലകനുമാകുന്ന ആദ്യ കോച്ചുമാണ്. ഓസ്ട്രേലിയക്ക് ഓപ്പണറായി 62 ടെസ്റ്റിലും ഏകദിനങ്ങളിലും കളിച്ച സിംപ്സൺ ടെസ്റ്റിൽ 10 സെഞ്ചുറികളും 27 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 46.81 ശരാശരിയിൽ 4869 റൺസും 71 വിക്കറ്റുകളും നേടി. 311 റൺസാണ് ടെസ്റ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ. 31 ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ നയിക്കുകയും ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.